ഇന്ന് നമ്മുടെ വർക്ക് കഴിഞ്ഞപ്പോൾ ഞാനും അവളൊന്നും കൂടെ ഒരു ചെറിയ പർച്ചേസിങ്ങിന് പോയ കഥയാണ്. ഹായ്, എൻ്റെ പേര് റയീസ്. പതിവ് പോലെ തന്നെ ഞാൻ രാവിലെ വർക്കിന് ഇറങ്ങി. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 6:30 ആയപ്പോൾ ഞാൻ അവളെ പിക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് അവൾ പറഞ്ഞത് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് മഴയിൽ കുതിർന്ന് നിൽക്കുന്ന ഒരു പൂവിനെ കണ്ടത്. അങ്ങനെ ഞാനൊരു ഫോട്ടോ എടുത്തു. എങ്ങനെയുണ്ട് ഈ ഫോട്ടോ കാണാൻ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മൗദാർ ബീച്ചിലുള്ള ഈറ്റിയിൽ കയറി ലോഡർ ഫേസും നല്ല 2 കോഫി ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ച് ബില്ല് കൊടുത്ത് നേരെ പുറത്തിറങ്ങി ഓട്ടോറിക്ഷ എടുത്ത് പോകുമ്പോഴാണ് അവൾ പറഞ്ഞത്, ഞാൻ എനിക്കന്നൊരു സൂപ്പിൻ്റെ റീൽസ് ഷെയർ ചെയ്ത് തന്നില്ലായിരുന്നു, അത് അവിടെ കണ്ട മാതിരി തോന്നിയത്. അങ്ങനെ നേരെ പുറത്തിറങ്ങിയപ്പോഴാണ് മക്കളെ 2 ചെമ്പോടെ. അപ്പം മനസ്സിലാക്കിയത് സൂപ്പ് തന്നെയാണ്. അങ്ങനെ എന്തൊക്കെ സൂപ്പ് ഉണ്ട് ചോദിച്ചപ്പം ചേട്ടൻ്റെ ഒരു ലിസ്റ്റ് തന്നെ എടുത്തുന്നത്. ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, ആടുണ്ട്. എന്നാൽ പിന്നെ ഒരു ആട് പോകുന്നോട്ട് പറഞ്ഞു. അങ്ങനെ ആട് കോരുന്നതാണ് നിങ്ങളീ കാണുന്നത്. ബായി കോരുന്നതാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ അവിടുന്ന് സൂപ്പ് വാങ്ങി നേരെ കൊടുത്തപ്പോഴുള്ള മുഖത്തുള്ള ചൈതന്യമാണ് നിങ്ങൾ ഇത് കാണുന്നത്. അങ്ങനെ അവളത് കുടിച്ച് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ കുടിക്കുന്ന സ്പീഡ് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഇത് തീരുന്നു. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഒറ്റടിക്ക് തീർത്ത് കണ്ടില്ലേ, നിങ്ങൾ തിരിഞ്ഞു പോകണ്ടില്ലേ. അങ്ങനെ നേരെ അവിടുന്ന് നേരെ അതൊക്കെ കൊടുത്ത് നമ്മൾ നേരെ ലുലുമാളിലെത്തി. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ലുലുമാളിൻ്റെ അകത്തേക്ക് കയറി. ഞാൻ പറഞ്ഞു നേരെ ഹൈപ്പർ മാർക്കറ്റിൽ എത്തി കഴിഞ്ഞാൽ ഒരു ഉന്തിന് വണ്ടി എടുത്ത് ഉന്തി നടന്നുകൊണ്ട് പറഞ്ഞിട്ടോ. അത് പറഞ്ഞ് തിരിഞ്ഞിട്ടേ ഉള്ളൂ മക്കളത് കണ്ടില്ല. സൈഡ് വലിവ് കണ്ടുകൊണ്ട് നേരെ ഗാലക്സിൻ്റെ അടുത്തൊക്കെ വേണേ. അപ്പോൾ ഞാൻ പറഞ്ഞു പന്നാരം വളർന്നും കിട്ടുക അത് പിന്നെ വാങ്ങാറിന്. അങ്ങനെ നേരെ കൊണ്ടുപോയി. അപ്പോഴാണ് ഒരു വണ്ടി പോകണം കണ്ടിട്ട്. അപ്പോൾ ഈ വണ്ടി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് യൂസുഫ് ഖാ പുതിയ ഇറക്കിയ തുടയ്ക്കുന്ന സാധനമായിരുന്നു. അപ്പോൾ അത് വിൽക്കാണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതില്ല, അത് സ്റ്റാഫുകൾക്ക് മാത്രമേ ഉള്ളൂ കൊടുക്കാറിന്. അങ്ങനെ അവിടുന്ന് വല്ല പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന ഒരു 3-4 സാധനമൊക്കെ എടുത്തിട്ട് അങ്ങനെ ഒരു യോഗട്ട് വേണം പറഞ്ഞു. അങ്ങനെ യോഗട്ട് എടുത്തിട്ട് അത് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഐസ്ക്രീം ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീമും വാങ്ങി നേരെ ബില്ലടിക്കാൻ വേണ്ടി പോയിട്ടോ. അതുകൊണ്ട് ഐസ്ക്രീം കിട്ടിയതിൻ്റെ സന്തോഷം കണ്ടില്ല നിങ്ങൾ മുഖത്ത്. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ മഴ ഇങ്ങനെ ചോർന്നിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അവൾ നേരെ പുറത്തിറങ്ങി ഓട്ടോറിക്ഷൻ്റെ അടുത്തേക്ക് നടന്നിട്ടോ. അപ്പോൾ അവൾ ചോദിച്ചു നമുക്ക് ഐസ്ക്രീം തിന്നാലോ എന്ന്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാൽ ഐസ്ക്രീം തിന്നാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഐസ്ക്രീമിൻ്റെ പാക്കറ്റൊക്കെ പൊളിച്ച് ഫുൾ സെറ്റാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആള്. ഇതാണോ സ്നേഹത്തിൻ്റെ കരങ്ങൾ? ഉഹു ഉഹു ഉഹു. അങ്ങനെ ഞാനും എൻ്റെ സ്നേഹത്തിൻ്റെ കരങ്ങളാൽ അവൾക്ക് വാരി കൊടുത്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.